മുറ്റത്തെ കിളിക്കുള്ള നാളത്തെ പ്രൊമോ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ സുധീഷാണെങ്കിൽ നിധിക്ക് കുറച്ച് പൂവൊക്കെ വെടിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളെ നിധി സാരിയൊക്കെ കൊടുത്തിട്ട് വന്നിട്ട് അത് കാണുമ്പോൾ നമ്മളെ നികേഷ് പറയുന്നുണ്ട് കേട്ടോ, നീ സൂപ്പറാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളെ നികേഷ് അകത്ത് പോയിട്ട് പൂവൊക്കെ എടുത്തുകൊണ്ട് വന്ന് നമ്മളെ നിധിക്ക് കൊടുക്കുന്നുണ്ട്. പറയുന്നുണ്ട്, നിധി സാരിയാണ് കൊടുക്കുന്നത് എനിക്ക് അറിയാമായിരുന്നു, അതുകൊണ്ട് ഞാൻ രാവിലെ പോയി കുറച്ച് പൂവൊക്കെ മേടിച്ചുകൊണ്ട് വന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അത് നമ്മളെ ഹരീഷ് പറയുന്നുണ്ട്, ഇനി എന്തൊക്കെ കാണണമെന്ന് അറിയാൻ വയ്യല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മളെ നികേഷ് ആണെങ്കിൽ നമ്മളെ സുധീഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ചേട്ടാ അടുത്ത് നില്ല് ഫോട്ടോ എടുക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മളെ സുധീഷ് ചോദിക്കുന്നുണ്ട്, എന്തുവാ എന്തുവാ എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പം നമ്മളെ നികേഷ് പറയുന്നത് അടുത്ത് നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ സുധീഷിൻ്റെ അടുത്ത് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് പറഞ്ഞാൽ ഇവരെല്ലാവരും കൂടെ അമ്പലത്തിൽ പോകുന്നുണ്ട്. അമ്പലത്തിൽ പോകുന്ന സമയത്താണെങ്കിൽ അവിടെ സന്തോഷമായിട്ടൊക്കെ ഇരിക്കും കേട്ടോ. ആ സമയത്ത് നമ്മളെ സുഭാഷേട്ടൻ അവിടെ ഇരിക്കുന്ന സമയത്ത് നമ്മളെ സുഭാഷേട്ടൻ്റെ തലയിൽ എന്തോ പൂവൊക്കെ വന്ന് വീഴുന്നുണ്ട്. അപ്പം നമ്മളെ ചാന്ദ്രയാണെങ്കിൽ അതൊക്കെ തട്ടി മാറ്റുന്നുണ്ട്. അങ്ങനെ നമ്മൾ നികേഷ് ആണെങ്കിൽ സുധീഷിനെ വിളിച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ ചാന്ദ്രയാണെങ്കിൽ സുഭാഷ് ചേട്ടനെ കെയർ ചെയ്യുന്നതൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ അവർ അനിയന്മാർക്കൊക്കെ ആണെങ്കിൽ ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. കാര്യം നമ്മളെ ചാന്ദ്രി നല്ലതുപോലെ നമ്മളെ സുഭാഷ് ചേട്ടനെ നോക്കിയൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ. പിന്നാണെങ്കിൽ നമ്മളെ നിധിയും സുധീഷും ആണെങ്കിലും പോയിട്ട് നിധിക്ക് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. ആ ഫോട്ടോ ഒക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നിധിക്ക്. അങ്ങനെ നമ്മളെ സുധീഷാണെങ്കിൽ പറയുന്നുണ്ട്, നിധി നമുക്കൊരു സെൽഫി എടുക്കാന്നൊക്കെ പറയുന്ന സമയത്ത് നിധി ആണെങ്കിൽ സന്തോഷത്തോടെ പറയുന്നുണ്ട്, ആ സെൽഫി എടുക്കാന്നൊക്കെ പറഞ്ഞ് അവരൊരൊറ്റ സെൽഫി എടുക്കുന്നുണ്ട്. നമ്മളെ സുഭാഷ് ചേട്ടനൊക്കെ ആണെങ്കിലും ചാന്ദിനി ഭയങ്കരമായിട്ട് സംസാരവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മളെ നിധിയാണെങ്കിൽ ചോദിക്കുന്നുണ്ട് നമ്മളെ സുധീഷിൻ്റെ അടുത്ത്, നിങ്ങളെ അമ്മയുടെ നാട് എവിടാ, ഇവിടെ നിങ്ങളെ അച്ഛൻ്റെ നാടല്ലേ, അമ്മയുടെ നാട് എവിടാന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ സുധീഷ് പറയുന്നുണ്ട്, അത് എനിക്കറിയത്തില്ല നിധി, കാര്യം വെച്ചാൽ ഞങ്ങൾ അമ്മ മരിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടില്ല, ഞങ്ങളെല്ലാം ഞങ്ങൾ നോക്കുന്നത് ഞങ്ങളെ ഏട്ടനാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഒരു സെന്റിമെന്റ്സ് ഒക്കെ നമ്മുടെ സുധീഷ് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ പിന്നെ നമ്മുടെ സുധീഷും നിധിയും കൂടെ നേരെ നമ്മളെ സുഭാഷ് ചേട്ടൻ്റെ അടുത്ത് പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഏട്ടാ നിധി ചോദിക്കുന്നുണ്ട് നമ്മളെ അമ്മയുടെ നാട് എവിടാണെന്ന് ചോദിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളെ സുഭാഷ് ചേട്ടൻ പറഞ്ഞു, മോളെ എനിക്കും അറിയത്തില്ല, അമ്മ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഞങ്ങൾ പോയിട്ടുള്ളതാ, പിന്നെ അല്ല ഞങ്ങൾക്ക് അവിടെ എവിടാന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളെ നിധി പറയുന്നുണ്ട്, ഇതെന്തൊരു ആൾക്കാർ, ഇവർക്ക് ഒരു കാര്യങ്ങളും അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഇവരെയൊക്കെ വഴക്ക് പറഞ്ഞിട്ട് നിധി അങ്ങ് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് പ്രമോ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ചാന്ദിനിയുടെയും സുഭാഷ് ചേട്ടൻ്റെയൊക്കെ കുറച്ച് നമുക്ക് ഒരു ലവ് സീനൊക്കെ നമുക്കിനി കാണാൻ പറ്റുമായിരിക്കുമല്ലേ. ഇനിയിപ്പോൾ അവരെന്തായാലും ഇവിടുന്ന് പോകുന്ന സമയത്ത് നമ്മളെ സുഭാഷ് ചേട്ടനും ചാന്ദിനിയും കൂടെ ഒക്കെ എല്ലാം സെറ്റായൊക്കെ ആയിരിക്കും പോകുന്നത്. പിന്നെ നമ്മൾ ആ കിളിക്കൂട്ട് വീട്ടിലേക്ക് ഇനി അടുത്ത എൻട്രി വരാൻ പോകുന്നത് നമ്മളെ ചാന്ദിനി ആയിരിക്കുമല്ലേ. അപ്പം നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഉള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.